നിങ്ങളെ മോളെ നമ്മളെങ്ങനെ അതിലെ പോവാ? ജാനുവച്ചിൻ്റെ അടുത്ത് കണ്ടത്ത് കൂട്ടങ്ങ് കീഞ്ഞാലോ? അതാവുമ്പോൾ നേരെ അടുത്ത പയ്യപ്പുറത്തേക്ക് അങ്ങെത്താം. ഞാൻ ബാക്കി കൂട്ട പോയാ ഒരു കയനാണ് നിങ്ങളെ മളെ. ബേം വന്നൂട് പുയ്യാപ്പിള അത്ത് കാരി പോയിട്ട് കുറച്ചു നേരമായി. ഓനെനിപ്പോൾ കീയൂലേ, ഓനെ കാണണ്ടേ? ബേം വന്നൂട്, നമുക്ക് കോണിയുടെ താഴെ എല്ലാവരും മുന്നിൽ അവിടെ പോയി നിൽക്കാം. എന്നാൽ നേരെ ഓ കീഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാലോ. ചെറിയൊക്കെ പൊന്നല്ലുണ്ടാ. അല്ല ആകെ 2 കത്തില്ലാന്നല്ലുള്ളൂ. ഒരു കൈ മരാ വളയുള്ളൂ. ബാള ഇനി പുയ്യാപ്പിള എല്ലാവരും കണ്ടിക്കാ? ഇല്ലല്ലേ, ഞാനും കണ്ടിട്ടില്ല. എന്നാ ബാ നമുക്ക് വേഗം കണ്ടിട്ട് വരാലോ. കുറേ ആളിങ്ങ് കൂടിയാൽ പിന്നെ കാണലും മുടിക്കലൊന്നും നടക്കൂല. വേമ്പ ഇപ്പം നമ്മൾ കുറച്ച് ആളുള്ളൂ. ഐഷ് മാറൊന്നും കണ്ടില്ലാലോ. ഈ ചെറിയോളപ്പാളി ഒന്നും ഇങ്ങോട്ട് കീഞ്ഞ് വരുവാ. എത്ര പവനാ ഒളി, അതറിയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ലേ. ഐഷ് ചോറ് വയ്ക്കലിന് ആദ്യം തന്നെ അങ്ങിരുന്നാളെ കേട്ടാ. ചോറ് വയ്ക്കൽ തുടങ്ങിയാൽ അല്ലാണ്ട് പിന്നത്തേക്ക് വെച്ചാൽ ഒട്ടാകെ വേലപ്പാടിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് അതുകൊണ്ട് ആദ്യം കഴിച്ച് എണീച്ചറിയാം. അല്ല നമ്മളെ ഇതാ നമ്മളെ ഫിദ. അല്ലാ ആരെയും കണ്ടാൽ പറയാ ഇത് ഫിദയാന്ന്. എൻ്റെ മക്കളെ മനുഷ്യന്മാർ ഇങ്ങനെയല്ല മാറ്റിയെടുക്കാൻ പറ്റുമോ മേക്കപ്പ് ഇട്ടാൽ? അല്ല എന്നാൽ പിന്നെ ഞാനും ഒന്ന് മേക്കപ്പ് ഇടും. കരീഷ എന്നെ ചെറിയോളെ കണ്ടിക്കാ? നല്ലൊരു മോളിലേ എൻ്റെ ആളുടെ മോനിക്ക് ചെറിയോളെ നോക്കുന്നുണ്ടേനു. ഓളോ അന്വേഷിച്ച് നോക്കിയാലോ? എൻ്റെ മോളെ ഇന്നെ മോളെ മോനെ കണ്ടിക്കാനാ? ഇത്ര നേരം എൻ്റെ അരിയത്തുണ്ടേനു. ഒന്നെൻ്റെ കണ്ണ് തെറ്റുമ്പോഴത്തേക്ക് അപ്പാട് പാഞ്ഞാൾ നിൽക്കി. എന്നെക്കൊണ്ടായൂലേ ഈ ചെറിയോനെ വയ്യ എങ്ങനെ പായേ? റബ്ബർ പന്തോല്ലേ ചെറിയ. ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്കാ പോകുന്നത്. കുഞ്ഞു മക്കളെല്ലാം ഇങ്ങനെ പിടിച്ചെടുത്ത് കിട്ടുന്നത് മങ്ങൾ പോലെയെല്ലാം വന്നാല്. എൻ്റെ ഒരു മോളാണെങ്കിൽ തടിയോർമ്മയില്ലാത്ത ബോധം കിട്ടും. ഓൾ മംഗളത്തിനെല്ലാം വന്നാല് കുഞ്ഞിനെ ഓർമ്മ ഉണ്ടാവില്ല, ഒന്നിനെ ഓർമ്മ ഉണ്ടാവില്ല. എല്ലാവർക്കും മുല്ല ഉണ്ട്, എനിക്ക് മാത്രം മുല്ല കിട്ടിയില്ല മാമ. എനിക്ക് മുല്ല കൊണ്ടെത്താം. എൻ്റെ മോക്ക് മുല്ല കിട്ടിയില്ലേ? മാമ വാങ്ങിത്തരാ.